വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ടീഷർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ജീൻസും പിന്നെ ഈ ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഒരു മിനിമൽ മേക്കപ്പാണ്. ഐലൈനർ അപ്ലൈ ചെയ്തു, ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ എന്താ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്, ഓൾറെഡി കഴിച്ചതിനുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് പോവാം. ഫൈനലി ഇതാ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കാണാൻ വന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ആളാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഞാൻ പിന്നെ നല്ല വെയിലായ കാരണം കയ്യിൽ ഇതുപോലത്തെ എന്താ പറയുക ഗ്ലൗസോ അങ്ങനെ എന്താ പറയുക ഇതിനെ ഫുള്ളായിട്ടുള്ള കവർ ചെയ്യണ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വരാറുള്ളത്. പിന്നെ സൺഗ്ലാസ് ഞാൻ എപ്പോഴും വെക്കും. നമ്മൾ വന്നിരിക്കുന്നത് ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാം വില്ലേക്കാണ് കേട്ടോ. അതാ എൻ്റെ കൂടെ വന്ന ആളതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറെ ആരുമല്ല, നീതു ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് വന്നേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഫീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ, 150 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഒട്ടകം നിൽക്കുന്നുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതാ ഞങ്ങൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കയറി വന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രാവ് ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള വെള്ള കളറ് പ്രാവ്, ചിറകൊക്കെ ഇങ്ങനെ വിരിയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മൾ ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലകൾ തന്നു കേട്ടോ. എന്തെല്ലാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതാ ഈ ഒരു ഇല പ്ലാവിൻ്റെ ഇല തോന്നുന്നുണ്ട് കേട്ടോ. ഇലകൾ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ഒട്ടകത്തിനെ ഫീഡ് ചെയ്ത് തുടങ്ങി. ആദ്യം നീതു ചേച്ചിയാണ് ഫീഡ് ചെയ്തത്, അതിനുശേഷം ഞാൻ ഫീഡ് ചെയ്തു. എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകത്തിനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലത്തെ എന്തോ ഒരു ജ്യൂസിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, ഫാം വില്ല എന്നൊക്കെ എഴുതിയിട്ട് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റും വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ഹേർട്ട് ഷേപ്പ്. അത് നമ്മൾ വീഡിയോ എടുത്തില്ല, അതായി ചെറുതായിട്ട് കാണുന്നുണ്ടാവും അതിൽ. അവിടെ ഫുൾ ഫാമിലീസ് ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിതാ ലെഫ്റ്റിലോട്ട് പോയപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊയലായിരുന്നു കേട്ടോ, റാബിറ്റ് ആയിരുന്നു. അത് ഓരോ ടൈപ്പ് റാബിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ബോർഡും കാര്യങ്ങളും ഇതിൻ്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ഓരോത്തിൻ്റെ മേലെ അതിൻ്റെ ഒറിജിനും അതിൻ്റെ നെയിമും പിന്നെ അത് എന്ത് ഫുഡാണ് കഴിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി അധികം സംസാരിച്ച് കൊളാക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി ഇത് കണ്ടാസ്വദിക്കാം. റാബിറ്റിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ദാ ഞങ്ങൾ പൂച്ചയുടെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ടൈപ്സ് പൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അവർക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളവും ഭക്ഷണവും പിന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ പൂച്ചകളും ഉച്ചമയക്കത്തിലായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറച്ച് ഉറങ്ങുകയായിരുന്നു കേട്ടോ എല്ലാവരും. നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല കേട്ടോ അവരെ. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു കേട്ടോ. കണ്ടോ, മണ്ണിങ്ങനെ തോണ്ടി 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 കളിക്കുകയായിരുന്നു. ഇത് എന്തിനാന്ന് നമുക്കറിയാലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് ആ ലവ് ബേർഡ്സിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. കുറേ ലവ് ബേർഡ്സ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവർക്ക് പാറി കളിക്കാനായിട്ട്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ എന്താ പറയുക കുട്ടിക്കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ അമ്മയുടെ വീട്ടിൽ നല്ലോണം ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നീതു ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഇപ്പം നമ്മളെല്ലാത്തിനെയും കൊടുത്തു, നമുക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട് കേട്ടോ.
ഈ കിടക്കണ മുതലിനെ കണ്ടോ, ശരിക്കും പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഇതിൻ്റെ കളറും ഏകദേശം ഒന്നാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ആദ്യം പറയാം. ഇതിൻ്റെ പേര് ടെഗു എന്നാണ്. അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അനിമൽസിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ആൾ പറഞ്ഞു തന്ന രീതിയിൽ ടെഗു എന്നാണ് ആൾ പറഞ്ഞു തന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെഗു ആണ് കേട്ടോ. അതും നമ്മുടെ ചാവക്കാടാണുള്ളത് ആ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെഗു. എന്തായാലേ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെഗു. ഇതിന് താഴെ കുറേ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടെഗുവിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഒരു അനിമൽസിനെ എടുത്തിട്ടില്ല കേട്ടോ. ഇത് സ്ട്രോബെറി ഫ്രോഗോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ കുറേ പാമ്പും, ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ പേരൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ, കാരണം എന്തായാലും പേരൊക്കെ മറന്നു പോകും. പിന്നെ ഇത് നമ്മുടെ മുള്ളമ്പന്നിയുടെ വേറൊരു സംഭവമാണ് കേട്ടോ. ചെറിയ കുട്ടി സാധനമാണ്. നീതി ചേച്ചി ഇതിനൊക്കെ തൊട്ട് എടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ അനിമൽസിനൊക്കെ നീതി ചേച്ചി എടുത്തു. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ അലർജി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനൊന്നും എടുത്തില്ല കേട്ടോ. നമുക്കിവിടെ ഉള്ള കുറച്ച് അനിമൽസിനെയും അതുപോലെ തന്നെ ബേർഡ്സിനൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ എടുത്തിട്ട് അതുപോലെ തന്നെ ഫീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഒന്നിനും ഫീഡ് ചെയ്തില്ല. നീതി ചേച്ചി കുറച്ച് ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി പ്ലേസ് ആണ്. അത്യാവശ്യം നമുക്ക് കാണാനുണ്ട്. അനിമൽസ് ആയാലും അതുപോലെ തന്നെ ബേർഡ്സ് ആയാലും അത്യാവശ്യം നമുക്ക് കാണാനുണ്ട് കേട്ടോ. നല്ല വേർത്താണ്. 150 റുപ്പീസ് എനിക്ക് തോന്നുന്നു നല്ല വേർത്താണ്. നമുക്ക് അത്യാവശ്യം ഇതിനെ എടുത്ത് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഇതിനൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ.
അങ്ങനെ നടന്ന് നമ്മൾ ലാസ്റ്റ് ഇതാ ഈ ഒരു വലിയൊരു കിളിക്കൂടിൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കിളിയുടെ പേരൊന്നും അറിയില്ല. എന്തായാലും ഈ കിളികൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നീതു ചേച്ചി എല്ലാ ധൈര്യവും സംഭരിച്ചിട്ട് ഇതാ ഈ ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയോ ഫുഡ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് പേടിയായ കാരണം ഞാനൊന്നും ഉള്ളിൽ കയറിയില്ല കേട്ടോ. ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു എല്ലാ ബേർഡ്സിനെയും അതുപോലെ തന്നെ എല്ലാ അനിമൽസിനെയും കേട്ടോ. നമ്മൾ വന്ന സമയം ഒരു 2-2:30 ആയ കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു. നല്ല രീതിക്ക് ഫേസിലും കയ്യിലും കാലിലും ഒക്കെ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ തിരിച്ച് വീണ്ടും ഒട്ടകത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് സൈഡിലായിട്ട് കുറച്ച് താറാവുകളും അതുപോലെ തന്നെ കുറച്ച് ആടുകളുടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എനിക്ക് എൻ്റെ കുക്കുവിനെയാണ് ഓർമ്മ വന്നത്. കുക്കുവിൻ്റെ ഹെയറും ഇതുപോലെ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു ഹെയർ ആണ് കേട്ടോ. ഇവിടെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, ഇവർക്ക് ഫീഡ് ചെയ്യാന്നുള്ളത്. ഞാൻ ഫീഡ് ചെയ്തില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ വെച്ച് നിന്നു, ഒരു ഫ്യൂ സെക്കൻഡ്സ് വെച്ച് നിന്നുള്ളൂ. കണ്ടോ, ഞാൻ കൈ ബാക്കിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ തിരിച്ചത് നീ ചേച്ചി കൊണ്ടുകൊടുത്തു. നീ ചേച്ചിയാണ് ഫീഡ് ചെയ്തത് കേട്ടോ. ഇറങ്ങിയിട്ട് നേരെ പോയത് ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫാം വില്ലയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ കണ്ടു അവിടെ നിന്ന് ദൂരത്ത് നിന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നീച്ചിച്ചു നമുക്ക് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. നോക്കുക മാത്രമല്ല നമ്മൾ ചെയ്തത്, നമ്മൾ ഒരുവിധം എല്ലാത്തിലും കയറി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓരോ അഡ്വഞ്ചറിൽ കയറുമ്പോഴും അതിന് എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അതും വളരെ കുറവാണ്, എനിക്ക് തോന്നുന്നു 100 രൂപ 200 രൂപ അത്രയും കൂടെ ഉള്ളൂ. നമ്മളെല്ലാ സേഫ്റ്റി സംഭവങ്ങളൊക്കെ ചെയ്തു, ഹെൽമെറ്റൊക്കെ ഇട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, കാരണം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നൊരു കാര്യമുള്ളത്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം അവർക്കും ഭയങ്കര പേടിയാണ്. പിന്നെ അതിലും പേടിയാണ് എനിക്ക്. അവർക്കറിയാം ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും കയറില്ല എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹം ഇതിൽ കയറി നോക്കണം. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഫസ്റ്റ് നീതു ചേച്ചിയാണ് കേട്ടോ കയറിയത്, കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നീതു ചേച്ചിയുടെ ഫസ്റ്റ് കയറ്റി. സൈക്ലിംഗ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റാണ്, അതായത് ഇവർ കയറ് ഇട്ടിട്ട് നെറ്റ് പോലെ കെട്ടിയേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി കെട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ആ ഒരു അറ്റത്തിലേക്ക് എത്തണം കേട്ടോ. ആ ഈ ഒരു നെറ്റിൻ്റെ നടുക്കിൽ കൂടെ ഒരു കട്ടില്ല ഒരു റോപ്പോ എന്തോ അല്ലെങ്കിൽ ഇതിനെന്താ പറയുക എനിക്കൊന്നും അറിയില്ല, കയറ് പോലത്തെ സംഭവം പോകുന്നുണ്ട്. അതുമ്പോൾ നമ്മൾ ചവിട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതാണ് അടുത്തത് കേട്ടോ. കയറാൻ ഒരാൾക്ക് 100 രൂപയാണ് അവർ പേ ചെയ്യണത്. അടുത്തത് എൻ്റെ ഊഴായിരുന്നു, സൈക്ലിംഗ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഫേസിൽ കാണിച്ചില്ല, കാരണം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് സൈക്ലിംഗ് ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ചെയ്തതിൽ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ്ങിൽ ചവിട്ടിയാൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവാന്നുള്ളതായിരുന്നു കേട്ടോ. ഈ അറ്റത്തുനിന്ന് ആ അറ്റത്ത് വരെ എത്തണം. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടിയും ടാസ്ക് ആയിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന് നടുക്ക് കൂടെ ഒരു കേബിൾ പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മേലെ കൂടെ ചവിട്ടിയിട്ട് വേണം നടക്കാനായിട്ട്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഹോളുകളാണ് നെറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കാല് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴും. താഴത്തേക്ക് എത്തില്ല, ബെൽറ്റ് വെച്ച് സെക്യൂർ ആണ്, പക്ഷെ നമ്മൾ ഇരിക്കും. ആ ഒരു നെറ്റിൻ്റെ അവിടെ ഇരുന്ന് കാല് താഴത്തേക്ക് തൂങ്ങി കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ടും ഞാൻ ഭയങ്കര മെല്ലെയാണ് നടന്ന് വന്നിരുന്നത് കേട്ടോ.
വന്നപ്പോഴാണ് അവിടെ നിൽക്കണ ചേട്ടൻ, അതായത് ഈ ഒരു പാർക്കിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണ ചേട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു, നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ, കാരണം നീതു ചേച്ചി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ആൾ ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ നടക്കുമ്പോഴാണ് ഇങ്ങനെ കിടന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ, എന്നെ ഇളക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓളിട്ടിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് നല്ല പേടിയാണല്ലോ, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇളക്കും കൂടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പകുതി ആശ്വാസം കിട്ടിയിട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടി കയറാനുണ്ട്. നീതി ചേച്ചി ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ, നീതി ചേച്ചി നിർത്തി. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കയറാനായിട്ട്. പേടിയാണ്, എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കയറാൻ. അങ്ങനെ ഇതിലാണ് കേട്ടോ ഫസ്റ്റ് കയറിയത്. ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതാണ്, ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ്. ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്, കുറച്ച് ബ്ലോക്ക് ഒക്കെ ആയിട്ട് വരുന്ന ബ്രിഡ്ജാണ്, അത്യാവശ്യം നല്ല ഗ്യാപ്പും വരുന്നുണ്ട്. ആദ്യം നടക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജ് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. രണ്ടും കൂടി ആയപ്പോൾ പിന്നെ വീഴാൻ പോയി. ഞാൻ പിന്നെ പറഞ്ഞു മതി, തിരിച്ച് നടക്കാം, ഇത് ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല, ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചുറ്റിയിട്ട് വേണം വരാനായിട്ടെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് നടന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞു. അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറേ ഊഞ്ഞാലകൾ തൂക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇരിക്കാനല്ല, ഇതുമ്പോൾ നടന്ന് നമ്മൾ ആ ഒരു അറ്റത്തിലേക്ക് എത്തണം. ഇതും എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആദ്യം കയറുന്ന ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ഊഞ്ഞാലമ്മയ്ക്ക് കാല് വെക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യായിരുന്നു കേട്ടോ. രണ്ട് കാലും ഒരു ഊഞ്ഞാലമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം അത് ആടിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തേക്ക് കാല് വെക്കാൻ പറ്റുക. പിന്നെയാണ് ആളൊരു ട്രിക്ക് പറഞ്ഞത്, എപ്പോഴും ഒരു കാല് ഒരു ഊഞ്ഞാലമ്മയും അടുത്ത കാല് വേറൊരു ഊഞ്ഞാലമ്മയാണ് വെക്കേണ്ടതെന്ന്. പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മൂവ് ചെയ്തു കേട്ടോ. മൂന്നാമത്തെ എനിക്ക് നല്ല ഈസി ആയിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ട്രിക്ക് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം നടന്നുപോയി. അതിനുശേഷം ഈ ഒരു വലയമ പൊത്തിപ്പിടിച്ച് നമ്മൾ അപ്പുറത്ത് എത്തുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ ഈ ഒരു സൈഡിലെത്തി. പക്ഷെ എനിക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ആള് എൻ്റെ ബെൽറ്റ് പിടിച്ച് പൊക്കി തന്നു കേട്ടോ. അത് കാരണം ഞാൻ ഈസി ആയിട്ട് അവിടെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഞാൻ ഫുൾ കവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ വേർത്ത് ആകെ ടീഷർട്ടൊക്കെ ഒട്ടി ഭയങ്കരമായിട്ട് ടയേർഡായ പോലെ എനിക്ക് തോന്നി കേട്ടോ. അത്രയും ഞാൻ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു 100 rupees ആണ് കേട്ടോ പെർ ഹെഡ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആ ചേട്ടനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ സർബത്ത് പറഞ്ഞു കേട്ടോ. നല്ല തണുത്ത സർബത്തായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇത് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. പഞ്ചവടിയിലുള്ള മറൈൻ വേൾഡിൻ്റെയും അതുപോലെ തന്നെ ഫാം വില്ലേയുടെയും നടുവിലായിട്ടാണ് കേട്ടോ ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് വരുന്നത്.
അങ്ങനെ തണുത്ത സർബത്തൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് പഞ്ചവടി ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിലേക്കൊന്നും ഇറങ്ങണില്ല, കുറച്ച് നീങ്ങി നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് ബീച്ച് ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇന്ന് അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറിയത്. നമ്മൾ ഫാം വില്ലേ പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒരിക്കലും നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോകുന്നു വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്ന കാരണം നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. ഇനി നേരെ ഞാൻ നീതു ചേച്ചീനെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. നീതു ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു.